Hello friends, welcome to my channel. എല്ലാവരും സുഖമായിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് ബീച്ച് സൈഡിലൊക്കെ കിട്ടുന്ന കാടമുട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. കാടമുട്ട ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 15 കാടമുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് വേവിക്കാൻ വെക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. അപ്പോൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് തന്നെ എടുക്കുക. അതിലേക്ക് ഒരു 2-3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മളതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ചിക്കൻ മസാല പൗഡർ കൊടുക്കുക. ഇനി 1 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടിയും കൂടി എടുക്കട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കൂടി പോവാതെ ശ്രദ്ധിക്കട്ടോ. ഒരു പിഞ്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ സമയത്ത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച കാടമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാടമുട്ടൻ്റെ മേലെ മസാലയൊക്കെ ഒന്ന് പിടിക്കണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി കാടമുട്ട കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ കോഴിമുട്ട തന്നെ ഒന്ന് പുഴുങ്ങിയിട്ട് അതിൻ്റെ 2 സൈഡൊന്ന് കീറി കൊടുക്കുക. മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ പാകത്തിന് കീറി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ടേസ്റ്റിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് നമ്മുടെ കാടമുട്ട. നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ കാടമുട്ട ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ബീച്ചിൽ നിന്ന് കഴിച്ചവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്